KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകളെ കൂട്ടമായി അപമാനിച്ച് ഗതാഗത മന്ത്രി CP ജോൺ. മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നവർ ദാരിദ്ര്യം അഭിനയിച്ചാണ് സൗജന്യ യാത്രയ്ക്കായി പ്രിയദർശിനി ബസ്സിൽ തള്ളിക്കയറാൻ എത്തുന്നതെന്ന മട്ടിലായിരുന്നു മന്ത്രിയുടെ അധിക്ഷേപം. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. CP ജോൺ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്നാണ് അവകാശവാദം. ഇടതുപക്ഷ ബോധ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മുന്നണിക്ക് കുത്തകയായിട്ട് കൊടുത്തിട്ടുള്ളതല്ല. അതൊരു ആറ്റിറ്റ്യൂഡാണ്, ഒരു സമീപനമാണ്. അവരുണർന്ന് ചിന്തിക്കണം. ആറ്റിറ്റ്യൂഡ് നോക്കാം. പ്രിയദർശിനി പദ്ധതി ഒരു നാഴികക്കല്ലാണെന്നാണ് നമ്മുടെ ഗതാഗത മന്ത്രി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ തന്നെ അന്നത്തെ പ്രസംഗം കടമെടുത്താൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ മറ്റൊരു വിസ്മയമായി പ്രിയദർശിനി പദ്ധതി നാടിന് സമർപ്പിച്ചു. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലും പൊതുഗതാഗത സമ്പ്രദായത്തിൻ്റെ ചരിത്രത്തിലും ഒരു വലിയ നാഴികക്കല്ലാണ് ഇന്ന് തമ്പാനൂരിൽ നാം നാട്ടാൻ പോകുന്നത്. ആദ്യത്തെ പ്രിയദർശിനി ബസ് തമ്പാനൂരിൽ നിന്ന് പെരുമാതുറയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ആദ്യ വാഗ്ദാനം ഭാഗികമായെങ്കിലും പാലിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസും UDF. നല്ല കാര്യം. സാമ്പത്തികമോ സാമൂഹികമോ ആയ ഒരു വേർതിരിവും ഇല്ലാതെ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും അഭിമാനത്തോടെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ബസ്സാണ് പ്രിയദർശിനി എന്നതായിരുന്നു സർക്കാരിൻ്റെ അവകാശവാദം. ഞാനിതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണും. ആദരവായി സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. എന്നിട്ട് എന്തായി? സ്ത്രീകളെ ആദരിച്ചോ? ഉപാധികളില്ലാതെ സ്ത്രീപക്ഷത്തുനിന്ന സർക്കാരിൻ്റെ പൊള്ളയായ വീരവാദങ്ങളുടെ അടിത്തറ ഇളക്കാൻ ആദ്യത്തെ വെട്ട് കടക്കൽ വെട്ടിയിരിക്കുന്നത് ഗതാഗത മന്ത്രി CP ജോൺ തന്നെ. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ്. സ്ത്രീപക്ഷ രാഷ്ട്രീയവും സമ്പദ് വ്യവസ്ഥയും സമാസമം ചേർത്ത് ദാർശനികതയിൽ ചാലിച്ച മധുര വർത്തമാനങ്ങൾക്ക് ഇന്നത്തോടെ വിട. പ്രിയദർശിനി ബസ് കാത്തു നിൽക്കുന്ന സാധാരണക്കാരെ ദരിദ്രരായി അഭിനയിക്കുന്നവരെന്ന് ട്രാക്ക് മാറ്റി പറയാൻ മന്ത്രിക്ക് നിമിഷങ്ങൾ മതിയെന്ന് ഇന്നത്തെ ദിവസം തെളിയിച്ചു. വാസ്തവത്തിൽ ഇതൊരു യാത്രാ സൗജന്യത്തിന് അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. കാരണം ഇത് ജനങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വരുമാനത്തിൽ, അതുവഴി കുടുംബങ്ങളുടെ വരുമാനത്തിൽ 2000-നും 3000-നും ഇടയിലുള്ള വാർഷിക വർധനവുണ്ടാക്കിയിരിക്കുകയാണ്. അത് ശരി. അപ്പോൾ അവർക്കിപ്പോൾ എന്ത് പറ്റി? കൈകൊട്ടിച്ചിരിച്ച ആളുകൾ
അവരുടെ വീടുകളിൽ നിന്ന് മരണ വീട് പോലെ ശോകമുഖമായിരിക്കുകയാണ്. ആത്യന്തികമായ പ്രഹരം ആ കേന്ദ്രങ്ങളിൽ കിട്ടിയിരിക്കുകയാണ്. പ്രിയദർശിനി ബസ്സിൽ സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകൾ മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നതും അതേസമയം ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നതും ഇന്നു മുതൽ അവരുടെ അയോഗ്യതയാണെന്ന്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനാൽ അവരോ അവരുടെ അച്ഛനോ ഭർത്താവോ ഒരു ഗുളിക പോലും സർക്കാർ ആശുപത്രിയിൽ നിന്ന് കടക്കരുത് എന്ന് പറയുന്നതിൻ്റെ ന്യായം അന്വേഷിച്ചിട്ട് തൽക്കാലം കാര്യമൊന്നുമില്ല. ന്യായവും യുക്തിയും തൽക്കാലം ഈ സർക്കാരിന് അധികപ്പറ്റാണ്. തന്നിട്ട് പറയാൻ പാടില്ല. ഇപ്പൊ മന്ത്രി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല. തന്നു പിന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ. ഇങ്ങനൊരു ബസ് ഗവൺമെന്റ് വിട്ടിട്ട് നമ്മളതിൽ തള്ളിയായാലും അല്ലാതെ ആയാലും കയറി കഴിഞ്ഞാൽ അതങ്ങനെ പറയാൻ പാടില്ല. ബസ് പൈസ കയ്യിൽ വെച്ചിട്ടു എന്ന് പറയുമ്പം കഴിവതും എല്ലാവരും അങ്ങനെ ഉപയോഗപ്പെടുത്താനേ നോക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇനി പ്രിയദർശിനി ബസ്സിൽ കയറുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയിട്ടില്ലെന്നും സർക്കാർ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കുന്നുണ്ടെന്നും തെളിയിക്കുന്ന രേഖകൾ കൈവശം വയ്ക്കുന്നത് നന്നായിരിക്കും. ഒരു കാര്യം കൂടി, ബോംബ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയോ നേരിട്ട് കൈകാര്യം പിന്നെന്താ അണ്ടില്ലല്ലോ ഉണ്ടാക്കിയിട്ടുണ്ട്? ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഇല്ല, കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഒരുപാട് ചോദിക്കണം. പക്ഷേ അങ്ങനൊരെണ്ണം ആ ബോംബ് കയ്യിലിരുന്ന് പൊട്ടി. അതാണ് നിങ്ങൾ